പഴമയുടെ ഓർമ്മകളുമായി ഒരു തിരുവാതിര കൂടി എത്തി. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് വ്രതവും ആഘോഷവും ഒക്കെ നടക്കുന്നത്. ഇത്തവണ 2 ദിവസമായിട്ടാണ് തിരുവാതിര ആഘോഷം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. സ്ത്രീകളുടെ ആഘോഷമാണ് തിരുവാതിര. കുടുംബാംഗങ്ങളും ബന്ധുക്കളും അയൽക്കാരും ഒരിടത്തൊത്തുകൂടുന്നു. നെടുമംഗല്യത്തിനും മംഗല്യഭാഗ്യത്തിനുമായി സ്ത്രീകൾ വ്രതമെടുക്കുന്നു. ഉമാമഹേശ്വര പ്രീതിക്കായാണ് വ്രതം. പകൽ മുഴുവൻ വ്രതം നോറ്റവർ തിരുവാതിര കളിയും ഊഞ്ഞാലാട്ടവുമൊക്കെയായി ഒരു രാത്രി മുഴുവൻ ആഘോഷമാക്കുന്നു. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. അന്നേ ദിവസം അരിയാഹാരം കഴിക്കില്ല. രാത്രിയിൽ തിരുവാതിര കളി, പാതിരാപ്പൂ ചൂടൽ. വെളുക്കും മുൻപേ ആർപ്പും വിളിയുമായി കുളത്തിൽ പോയി തുടിച്ചുകൂളി. പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ ശിവനം നീരയും പ്രണവം ചിന്മയരൂപം. മകയിരം നാളിൽ മക്കൾക്കായി വ്രതമെടുക്കുന്നവരുണ്ട്. അന്നാണ് എട്ടങ്ങാടി. ചേമ്പ്, കാച്ചിൽ, കപ്പ, മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, കൂർക്ക, പച്ചക്കായ എന്നിവ കനലിൽ ചുട്ടെടുക്കുന്നു. കഷണങ്ങളാക്കി മുറിച്ച് കടല, വൻപയർ, ചെറുപയർ, മുതിര തുടങ്ങിയ ധാന്യങ്ങളും ശർക്കരയും എള്ളും ഏത്തപ്പഴവും കഷണങ്ങൾ ചേർത്ത് ഇളക്കി നെയ്യും തേനും ഒടുവിൽ ഇളനീരും ചേർത്തുണ്ടാക്കും. സ്ത്രീകൾ വട്ടം കൂടി നിന്ന് തുറസായ സ്ഥലത്ത് തീയിട്ട് എട്ടങ്ങാടി ഒരുക്കുന്നതും വലിയ ആഘോഷമായിരുന്നു. ഇന്നും പഴയ രീതിയിൽ ഇത് പിന്തുടരുന്നവരുണ്ട്. കാലം മാറുന്തോറും തിരുവാതിരയും ഒരു ചടങ്ങു മാത്രമായി മാറുകയാണ്. എന്നാൽ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് വ്രതം നോറ്റ് തിരുവാതിര ആഘോഷിക്കുന്നവർ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. തിരുവാതിര ആഘോഷമാണെങ്കിലും പെട്ടെന്ന് ഈ കോളേജ് കാലത്തെ ഓണാഘോഷത്തേക്കൊക്കെ പെട്ടെന്ന് ആ പാട്ടൊക്കെ കേട്ടപ്പോൾ ഒരു ഓർമ്മയുണ്ടായി. നമ്മുടെ PC ദിലീപ് മലബാർ വാലി പറയുന്നുണ്ട്, വനിതകളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു ഫോണിൻ കൂടി ഇതിൽ ചേർത്ത് കൂടെ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ? ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്.